അസ്സലാമലൈക്കും എല്ലാവർക്കും റസിയാസ് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി മട്ടൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇനി മീൻ ബിരിയാണി ഉണ്ടാക്കി കാണിക്കണം. തലശ്ശേരി ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണെന്ന്. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. ഏറ്റവും എളുപ്പമുള്ള ബിരിയാണിയാണ് തലശ്ശേരി ബിരിയാണി. മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ ഭയങ്കര എളുപ്പമാണ്. മസാല ഉണ്ടാക്കണം, റൈസ് ഉണ്ടാക്കണം, പിന്നെ നമുക്ക് ദമ്മ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കണം. പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ ചേരുവകളും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി, നേരിയ അരി, ജീരകശാല റൈസ്, അഗർവാൾ റൈസാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് അഗർവാൾ റൈസാണ്. മറ്റും പല റൈസുകളുണ്ട്, റോസ് എല്ലാം ഉണ്ട്, എല്ലാം നല്ല തന്നെയാണ്. പക്ഷേ ഞാൻ അഗർവാൾ റൈസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള മസാല, ഉള്ളി 4 ഉള്ളി മുറിച്ചിട്ടുണ്ട്. 1 കിലോ റൈസിന് 1 കിലോ മട്ടൻ. പിന്നെ 4 ഉള്ളി, പിന്നെ 2 ഉള്ളി പൊരിക്കാൻ വേണ്ടി മുറിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക് ചതച്ചത്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇത്രയും പച്ച മസാലകൾ ചേർത്ത് നമുക്ക് മസാല ഉണ്ടാക്കണം. ഈ 1 കിലോ റൈസിന് 4 പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും. അതായത് 1 കിലോ 7-8 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ അരി കൂടുതലെടുക്കുമ്പോൾ മട്ടൻ കൂടുതലെടുക്കുക. 1 കിലോ അരിയാണെങ്കിൽ 1 കിലോ ഇറച്ചി, പിന്നെ ഉള്ളി കൂടുതൽ വേണം. 4 ആണെങ്കിൽ ഇപ്പോൾ 7-8 ഉള്ളി വേണ്ടി വരും. പിന്നെ ഉള്ളി വെച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ കൂടുന്നതിന് കണക്കായിട്ട് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം. 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അഗർവാൾ അരിയാണ്, കൈമ റൈസ്, അഗർവാൾ ബ്രാൻഡാണ്. ഞാൻ യൂസ് ചെയ്യാറ് അഗർവാളാണ്. പിന്നെ 4 ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 ഉള്ളി നേരിയതായി മുറിച്ചിട്ടുണ്ട്, പൊരിച്ചെടുക്കാൻ വേണ്ടി, ഉള്ളി പൊരിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് ചതച്ചത്, തക്കാളി മുറിച്ചത്, 2 തക്കാളി മുറിച്ചത്, 6 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും. പിന്നെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉള്ളി പൊരിച്ചെടുക്കണം. പൊരിക്കാനുള്ള ഉള്ളി പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. ഈ ഉള്ളി മൊരിയുമ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം. ഉള്ളി പൊരിയാൻ കുറേ സമയമെടുക്കും. ഉള്ളി മൊരിയട്ടെ, നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 1/4 കപ്പ് വേണ്ട, അതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് വാട്ടണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാലേൻ്റെ ഉള്ളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഒന്ന് വാടിക്കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ ചേർക്കുന്നു. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഇറച്ചിയും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇറച്ചി ചേർക്കാം.
ഇത് നല്ല ചുവക്ക മരിയണം. ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കണം, അരി വേവിക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കണം. ഒരു 1/4 കപ്പ് നെയ്യ്. പിന്നെ ഉള്ളി പൊരിച്ച നെയ്യ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഒരു 1/4 കപ്പ്. അപ്പോൾ രണ്ടും കൂടെ 1/2 കപ്പ് നെയ്യ് ഉണ്ടാവും. 1/2 കപ്പ് നെയ്യ് ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് ചേർത്ത് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് അരി ചേർത്ത് വറുക്കണം. പട്ട, ഗ്രാമ്പു ചേർക്കാം. ഇതിലേക്ക് അരി ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ മുമ്പൊക്കെ അരി വറുത്തിട്ടാണ് ചോറുണ്ടാക്കുക, ബിരിയാണി ഉണ്ടാക്കുക. അരി വറുക്കാതെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാറില്ല മുൻപൊന്നും. പക്ഷേ ഇപ്പോൾ വറുക്കുന്നൊന്നുമില്ല. വെള്ളം തിളച്ച് ശേഷം അതിൽ അരിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വറുത്തിട്ട് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അരി 2.5 കപ്പ് അരി ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ 5 കപ്പ് വെള്ളം ഒഴിക്കണം, നേരെ ഇരട്ടി. ഒരു 5 മിനിറ്റ് വറുത്താൽ മതി. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം. കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നേരെ ഇരട്ടി വെള്ളം ഒഴിച്ചത്. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് കൊണ്ടുവരണം. ഒരു 1/2 കപ്പ് അങ്ങനെ വെള്ളം കുറക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി മൂടി വേവിക്കണം. ചോറ് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് വറ്റി അത് പാകമാവണം. അപ്പം നമുക്കൊന്ന് ഇളക്കി അതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ കറക്റ്റ് പാകമാവും. അതിന് ശേഷം വേണം നമുക്ക് ദം ചെയ്യാൻ. നമുക്കിത് കുറച്ച് സമയം കൂടി ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ മട്ടൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് അതിൽ. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലാണ് ദം ചെയ്യേണ്ടത്. ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വറ്റട്ടെ. നമുക്കിതിൽ കുറച്ച് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതും കൂടെ ചേർത്തിട്ട് അതൊന്ന് വറ്റി വരട്ടെ. വറ്റി കുഴഞ്ഞ രൂപത്തിലായി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് ദം ചെയ്യാം. 2 ലെയറായിട്ട് ദം ചെയ്യണം. ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ, അപ്പോൾ 2 ലെയർ മതിയാവും. കൂടുതൽ അരി ഉണ്ടാകുമ്പോൾ നമ്മൾ 2-3 ലെയറാക്കിയിട്ട് ചെയ്യണം. ആദ്യത്തെ ലെയർ നമുക്ക് ചേർക്കാം. അതിന് മേലെ ഗരം മസാലപ്പൊടി വിതറണം. പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്, ബിരിയാണി കളറ് അല്ലെങ്കിൽ മഞ്ഞൾ കലക്കി ചേർത്തിയാലും മതി. ഞാൻ കളറാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഇനി 2ാമത്തെ ലെയറും കൂടി ചോറ് ചേർക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കണ്ട, ഏറ്റവും മേലെ ചേർക്കേണ്ട ആവശ്യമില്ല. കളറും മല്ലിയിലയും ഉള്ളി പൊരിച്ചത് മതി. നടുവിൽ മാത്രം ഗരം മസാലപ്പൊടി ചേർത്തിയാൽ മതി. പിന്നെ ഉള്ളി പൊരിച്ചതും മല്ലിയിലയും കൂടി ചേർക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ദമ്മാക്കാൻ വെക്കണം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ, അടിയിൽ പിടിച്ചു പോകും. വളരെ ശ്രദ്ധിച്ച് ചെറിയ തീയിൽ വെക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടി ആവി പുറത്തേക്ക് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് കൊണ്ട് ദമ്മാവും. സ്റ്റീം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. കൂടുതൽ ചോറാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് വേണ്ടി വരും. ആവി വന്നു കഴിഞ്ഞു.
വിയർപ്പൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അടപ്പിൻ്റെ മേലെ. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ചോറ് മാത്രം കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്കും പിന്നെ മസാല മറ്റൊരു പ്ലേറ്റിലേക്കാണ് വിളമ്പേണ്ടത്. അങ്ങനെയാണ് സാധാരണ നമ്മുടെ തലശ്ശേരി ബിരിയാണി വിളമ്പുന്നത്. നല്ല ചൂടുള്ളതുകൊണ്ട് ആദ്യം ഒരു കട്ട പിടിച്ചതുപോലെ കാണും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോറ് വേറിട്ട് നിന്നോളും. നമ്മൾ ചെറുനാരങ്ങ നീരെല്ലാം ചേർത്തതുകൊണ്ട് ചോറ് വേറെ വേറെ നിൽക്കും. ഇനി നമുക്ക് മസാലയും ഇറച്ചി മറ്റൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇതിന് മുകളിൽ കുറച്ച് ചോറും കൂടി മുകളിൽ ചേർത്ത് മേലെ ഉള്ളി പൊരിച്ചതും കൂടി ചേർത്താൽ നമ്മുടെ മസാലയും റെഡിയായി. ഈ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടണം. ഇത് ഒരുവിധം എല്ലാവർക്കും, നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവർക്കും ഈ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് റെസിപ്പിയുമായിട്ട് വരാം.